എളുപ്പമാണ് എന്ന് തോന്നിക്കുന്ന ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തേലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ എളുപ്പമാണ് എന്ന് തോന്നിക്കുന്ന ചില ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വിവാഹം ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് വിവാഹം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ചിലവേറിയ ഒരു കാര്യമായും മാറിയിരിക്കുകയാണ് വിവാഹം. അതുപോലെ തന്നെ കൃത്യമായ ഒരു പങ്കാളിയെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും നമ്മൾ അതോർത്ത് ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് നമ്മുടെ വിവാഹം എന്ന് പറയുന്നത്. ഏത് മോശം സമയത്തും മുന്നോട്ട് പോകുക എന്നത് ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളതും എന്നാൽ ചെയ്താൽ വളരെയധികം ഉപകാരം കിട്ടുന്ന ഒരു കാര്യമാണ്. ഏത് മോശം സമയത്തും മുന്നോട്ട് പോകുക എന്നുള്ളത്. അത് പോകാനുള്ള ശക്തിയുള്ളവർ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്യുകയുള്ളൂ. കോളേജിന് ശേഷം പഴയ സൗഹൃദങ്ങൾ നിലനിർത്തുക എന്നത് ഈ ഒരു കാലഘട്ടത്തിൽ കോളേജിന് ശേഷമൊക്കെ സുഹൃത്തുക്കളെ നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ളവർ വളരെ ലക്കിയുമാണ്. നിങ്ങളോടുള്ള വിശ്വാസം തെറ്റിച്ച ഒരാളോട് ക്ഷമിക്കുക എന്നത് ഒരിക്കലും ഒരാളുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു പിടിക്കാൻ വളരെ പ്രയാസമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒരാളോടുള്ള വിശ്വാസം തെറ്റിയാൽ അയാളോട് ക്ഷമിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യം തന്നെയാണ്. ആരോഗ്യകരമായ ഭക്ഷണശീലം പാലിക്കുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഫാസ്റ്റ് ഫുഡിൻ്റെ കാലമാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ഭക്ഷണശീലം ശീലിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ തുടങ്ങിയാൽ തന്നെ 1-2 ആഴ്ചകൾ കൊണ്ട് അത് വിടുന്നതായിരിക്കും പലരും ചെയ്യുന്നത്. കൃത്യമായ രീതിയിൽ ആരോഗ്യകരമായ ഭക്ഷണശീലം പാലിച്ചു പോകുക എന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യം തന്നെയാണ്. രാവിലെ നേരത്തെ ഉണരുക എന്നത് ഇത് ചിലർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായി തോന്നുകയില്ല. പക്ഷേ മറ്റു ചിലർക്ക് ഇത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. രാവിലെ എണീക്കുക എന്നുള്ളത് ഇതിന് പ്രധാനപ്പെട്ട കാരണം രാത്രി വൈകി ഉറങ്ങുന്നത് കൊണ്ട് തന്നെയാണ്. രാത്രി വൈകി ഉറങ്ങി രാവിലെ പെട്ടെന്ന് ഉണരാൻ പറ്റാത്തവരാണ് ഭൂരിഭാഗം ആൾക്കാരും. രാവിലെ ലൈറ്റായി എഴുന്നേറ്റ് ജോലിക്കുമൊക്കെ ഓടിച്ചാടി പോകുന്നവരായിരിക്കും നമ്മൾ പലരും. എപ്പോഴും രാവിലെ നേരത്തെ ഉണരണം എന്ന് ചിന്തിക്കുകയും പക്ഷേ അതിന് പറ്റാത്തവരായിരിക്കും നമ്മളിൽ പലരും. നല്ലൊരു കേൾവിക്കാരനാവുക എന്നുള്ളത് ഒരു മനുഷ്യനുണ്ടാകേണ്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ്. പക്ഷെ അത് പലർക്കും ഉണ്ടാകുകയില്ല. എല്ലാവർക്കും സംസാരിക്കാനാണ് താല്പര്യം, കേൾക്കാൻ ആർക്കും തന്നെ താല്പര്യമില്ല. ഒരു ബിസിനസ് തുടങ്ങുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും റിസ്ക് പിടിച്ച ഒരു കാര്യവും എന്നാൽ റിസ്ക് എടുത്താൽ ഏറ്റവും അധികം വിജയം സംഭവിക്കാൻ സാധ്യതയുമുള്ള ഒരു കാര്യമാണ് ബിസിനസ് തുടങ്ങി 1-2 വർഷം അതിന് പിന്നാലെ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്കതിൽ ഒരു സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഒരു ബിസിനസ് തുടങ്ങുക എന്നത് വളരെയധികം റിസ്ക് പിടിച്ച ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അത് കൃത്യമായ രീതിയിൽ കൊണ്ടുപോയാൽ വളരെയധികം നമുക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമായി അത് മാറും. സ്ഥിരത പുലർത്തുക എന്നത് കൺസിസ്റ്റൻ്റായി നമ്മൾ ഒരു കാര്യം ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കൃത്യമായ രീതിയിൽ നമ്മൾ ഒരു കാര്യം സ്ഥിരത പുലർത്തി ചെയ്യുകയാണെങ്കിൽ എന്തായാലും ആ ഒരു കാര്യത്തിൽ നമുക്ക് വിജയം ഉണ്ടാകും. പക്ഷേ ഈ ഒരു കാര്യം ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടും ആയിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. മറ്റൊരു നല്ല വിഷയമായി മറ്റൊരു വീഡിയോയിൽ കാണാം.